ഈ ആഴ്ച നിൻ്റെ കാര്യത്തിനൊരു തീരുമാനമാകും. അത് തന്നെ. ഞാൻ രതീഷ്, നിങ്ങളായിരിക്കുന്നത് പ്രഷർ ഫാമിലിയുടെ ഇത് നിങ്ങളുടെ വിടുതൽ നേരമെന്ന പ്രതിവാര വചന സന്ദേശത്തിനൊപ്പം കഴിഞ്ഞ ഓരോ എപ്പിസോഡുകളും അഥവാ നമ്മൾ ഒരുമിച്ചായിരുന്ന ഇതുപോലുള്ള നല്ല സമയങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ വലിയ അനുഗ്രഹങ്ങൾക്ക്, ദൈവികമായ വിടുതലുകൾക്ക് കാരണമായി എന്ന് കേൾക്കുന്നതിൽ, അറിയുന്നതിൽ നിങ്ങൾക്കൊപ്പം ചേർന്ന് സന്തോഷിക്കുകയും അവിധത്തിലൊരവസരം നൽകി തന്ന നല്ല കർത്താവിനെ സ്തുതിക്കുകയും ചെയ്യുന്നു. അപ്പോൾ നമ്മൾ സ്തുതിയോടെ ആരംഭിക്കുന്നു. വേറെ ചിലർ പരാതിയോടെ ആയിരിക്കുന്നവരുണ്ട്. പാസ്റ്റർ, ഒത്തിരി നാളുകളായി ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട്, ദൈവവചനം കേൾക്കുന്നുണ്ട്, പക്ഷേ ഞാൻ പ്രതീക്ഷിച്ചത് എൻ്റെ ജീവിതത്തിൽ സംഭവിച്ചിട്ടില്ല. അതെ, ഇത് നിൻ്റെ വിടുതലിൻ്റെ നേരമാണ്. അത് തന്നെ. മറ്റു ചിലർ പറയും, ഞാൻ ആദ്യമായിട്ടാണ് പാസ്റ്റർ നിങ്ങളിലൂടെ ദൈവവചനം കേൾക്കുന്നത്. അതെ, ഈ ചാൻസ് നിനക്ക് വേണ്ടി ദൈവം ഒരുക്കിയതാണ്. റെഡിയാണോ പ്രാപിക്കുവാൻ? അപ്പോൾ ആ വാക്യത്തിലേക്ക്, നിങ്ങൾ കേട്ട പ്രവചന ദൂതിന് അടിസ്ഥാനമായിരിക്കുന്ന വാക്യത്തിലേക്ക്, യോഹന്നാൻ സുവിശേഷം 5-ാം അധ്യായം 9-ാമത്തെ വാക്യം. അവിടെ ഈ വിധത്തിൽ രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്നു: ഉടനെ ആ മനുഷ്യൻ സൗഖ്യമായി കിടക്ക എടുത്ത് നടന്നു. ഉടനെ ആ മനുഷ്യൻ സൗഖ്യമായി. ഉടനെ ഈ ശബ്ദം കേട്ടുകൊണ്ടായിരിക്കുന്ന ചില വ്യക്തികളുടെ വിഷയങ്ങളുടെ മേൽ ദൈവപ്രവൃത്തി വെളിപ്പെടുന്നു. അതെ, നിങ്ങളായിരുന്ന നിരാശയോടെ, വേദനയോടെ നോക്കിയായിരുന്ന ആ വിഷയത്തിന് ഇന്ന് ഈ സമയം പരിഹാരമായി. അതേ സഹോദര, നിന്റെ കാത്തിരിപ്പിന് അറുതിയായി. ദീർഘനാളുകളായി നല്ലൊരു ജോലിക്കായി, നല്ലൊരു വരുമാന മാർഗത്തിനായി കാത്തിരിക്കുന്ന ആ കാത്തിരിപ്പിന് ഇന്ന് അറുതി വരിക. വിശ്വാസത്തോടെ പ്രാർത്ഥിച്ചു തുടങ്ങി അനുഗ്രഹിക്കപ്പെട്ട തൊഴിൽ മേഖലയിലേക്ക് നീ പ്രവേശിക്കുവാൻ പോകുക. അതേ സഹോദരി, നിന്റെ കാത്തിരിപ്പിന് അറുതിയായി. ദീർഘനാളുകളായി നിരാശയോടെ, വേദനയോടെ, പലരുടെയും കുത്തുവാക്കുകളും പരിഹാസ വാക്കുകളും കേട്ട് കാത്തിരിക്കുന്ന നിന്റെ കാത്തിരിപ്പിന് ഇന്ന് ഈ പകൽക്കാലം എൻ്റെ യേശു അറുതി വരുത്തുവാൻ പോകുക. ഷബ റിധലമ ഷെഖന. യെസ്, യേശുവിൻ നാമത്തിൽ പ്രാർത്ഥിച്ചു തുടങ്ങ്. ഇനിയും കാത്തിരിക്കുവാൻ മാതാവേ, പിതാവേ, ഇനിയും നിൻ്റെ മക്കളുടെ കയ്യിൽ നിന്ന് അവരുടെ അധ്വാന ഫലം വാങ്ങുവാനുള്ള കാത്തിരിപ്പ് നീണ്ടുപോകുവാൻ എൻ്റെ ദൈവം അനുവദിക്കത്തില്ല. നിൻ്റെ സ്വപ്നത്തിനപ്പുറമായത് അവരിലൂടെ നിൻ്റെ തലമുറകളുടെ അധ്വാന ഫലമായി നീ വാങ്ങുവാൻ പോകുന്നു. ആ കാത്തിരിപ്പിന് ഇന്ന് അറുതി വരിക. നല്ലൊരു ഭവനത്തിനായുള്ള കാത്തിരിപ്പിന്, ദീർഘനാളുകളായുള്ള കാത്തിരിപ്പാണ്, കൊതിയാണ്. ഒത്തിരി വാടക വീടുകളിൽ താമസിച്ച് മടുത്തു. അതെ അല്ലേ സഹോദരി? വഴിയരികിൽ കിടക്കേണ്ടി വന്നാലും ഇനി വയ്യ, ഇനിയൊരു വാടക വീട്ടിൽ കിടക്കാൻ വയ്യ എന്ന് നിരാശയോടെ, വേദനയോടെ ആയിരിക്കുന്ന നിന്നോട് പറയുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് എന്നോട് പറയുന്നു, സ്വന്തം ഭവനത്തിലേക്ക് പ്രാർത്ഥനയോടെ കയറുവാൻ റെഡിയായിക്കോ. മനോഹരമായൊരു ഭവനം കർത്താവ് നിനക്കായി ഒരുക്കുക. വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുക. അതങ്ങനെ സംഭവിക്കുന്ന കൃപയ്ക്കായി. തവണകൾ നിങ്ങൾ ശ്രമിച്ചു ഒരു വീടിന് വേണ്ടി, വസ്തു വാങ്ങുവാൻ വേണ്ടി, വീടിൻ്റെ പണി തുടങ്ങുവാൻ വേണ്ടി, പല കാര്യങ്ങളും ക്രമപ്പെടുത്തും. എന്നാൽ അവസാനം വരുമ്പോൾ അതങ്ങ് നീണ്ടു പോകും. അങ്ങനെ ഭവനത്തിൻ്റെ പണി നീണ്ടു പോയ ചിലർ, ഭവനമെന്ന സ്വപ്നം കൺമുമ്പിൽ നിന്ന് ഇങ്ങനെ വഴുതി പോകുന്നത് കണ്ട് നിരാശയോടെ ആയിരിക്കുന്ന ചിലർ സ്വന്തം ഭവനമെന്ന വാഗ്ദത്തത്തിലേക്ക് ഈ ദിവസങ്ങളിൽ പ്രവേശിക്കുവാൻ പോകുക. യെസ്, യേശുവിൻ നാമത്തിൽ അതങ്ങനെ സംഭവിക്കുന്ന കൃപയ്ക്കായി. അതേ കാത്തിരിപ്പിന് എന്നൊരു മാറ്റമുണ്ടാകും. എൻ്റെ ഭർത്താവിൻ്റെ ജീവിതത്തിൽ എന്നൊരു മാറ്റമുണ്ടാകും. കാത്തിരിപ്പതാണ്. ഇനി കരയാൻ വയ്യ, ഇനി മറ്റുള്ളവർ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് മറുപടി പറയുവാൻ വയ്യ. നിൻ്റെ ഭർത്താവിനെ അവിടെ വെച്ച് അങ്ങനെ കണ്ടല്ലോ, ഇങ്ങനെ കണ്ടല്ലോ, അവൻ ഇപ്പോഴും ഒരു മാറ്റമില്ല, അവൻ എന്താ മാറാത്തത്, പിള്ളേരെ കെട്ടിച്ചുവിടാറായല്ലോ, പിള്ളേർ വലുതായല്ലോ, എന്നിട്ടും അവനൊരു, നീ എന്ത് പറയാനാ? ഇവരെല്ലാവരും കൂടെ ഈ ഒരു 100 ചോദ്യം നിന്നോട് ചോദിച്ചാൽ നിനക്കെന്ത് മറുപടി പറയാൻ കഴിയും? നീ അല്ലല്ലോ മാറാനുള്ളത്. അല്ലേ സഹോദരി? അതില്ലേ സങ്കടം? ഇവരെല്ലാവരും കൂടെ ചോദിക്കുന്നത് എന്നോടാ. അങ്ങോട്ട് പോയി മോനോട് ചോദിക്കുന്ന അമ്മയോട് പറഞ്ഞാൽ അമ്മയ്ക്ക് അത് ഇഷ്ടപ്പെടത്തില്ല. മോനോട് ചോദിക്കുന്ന അപ്പനോട് പറഞ്ഞാൽ, സഹോദരങ്ങളോട് പറഞ്ഞാൽ അവർക്കത് ഇഷ്ടപ്പെടത്തില്ല. ആർക്കും ഇഷ്ടപ്പെടത്തില്ല. ചോദിക്കാൻ നീ ഒരുത്തി അവിടെ ഉണ്ടല്ലോ, ആർക്കും എന്തുമെന്ന് ചോദിക്കാൻ വേണ്ടി. ആ ചോദ്യം കേൾപ്പിന് എൻ്റെ കർത്താവ് അറുതി വരുത്തുവാൻ പോകുക. ഇനി സന്തോഷത്തോടെ ചോദ്യം ചോദിച്ചവർക്ക് മുമ്പിൽ നിൻ്റെ ഉത്തരത്തെ നീ പ്രസൻറ്റ് ചെയ്യുവാൻ പോകുക. റെഡിയാണോ? നിൻ്റെ ഭർത്താവും ഒന്നിച്ച് ഒത്തിരി തവണ നിൻ്റെ ഭർത്താവിനെക്കുറിച്ച് ചോദ്യം ചോദിച്ചവരുടെ മുമ്പിൽ
ചെന്ന് നിൽക്കുവാൻ. യെസ്, യേശുവിൻ നാമത്തിൽ നിങ്ങൾ ഒരുമിച്ച്, നീയും നിൻ്റെ ഭർത്താവും, സഹോദര നീയും നിൻ്റെ ഭാര്യയും ഒരുമിച്ച് എവിടെയൊക്കെ ഇന്നലകളിൽ പലരുടെയും ചോദ്യത്തിന് മറുപടി പറയുവാൻ കഴിയാതെ നീ തല കുനിച്ചുവോ അവിടെയൊക്കെ തല നിവർത്തിപ്പോയി നിൽക്കുവാൻ പോകുക. യെസ്, യേശുവിൻ നാമത്തിൽ അതങ്ങനെ സംഭവിക്കുന്ന കൃപയ്ക്കായി. ഇതുവരെ ജോലിയൊന്നും ആയില്ലേ? മക്കളെക്കുറിച്ചുള്ള ചോദ്യം, ഇതുവരെ ജോലിയൊന്നും ആയില്ലോ? അയ്യോ, കാത്തിരിപ്പ്. ഞാൻ പറയട്ടെ, കാത്തിരിപ്പിന് കർത്താവ് അറുതി വരുത്തുകയാണ്. നോക്കൂ, അതേ അധ്യായം, യോഹന്നാൻ സുവിശേഷം 5-ാം അധ്യായം 5-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നു. നമ്മൾ ചിന്തയ്ക്കായി വായിച്ച ആ വാക്യത്തിൽ എഴുതിയിരുന്ന എഴുത്തിന് കാരണമായി അവിടെ എഴുതിയിരിക്കുന്നത് എന്താണ്? സൗഖ്യമായി ഉടനെ എഴുന്നേറ്റ് നടന്നു. ആ മനുഷ്യൻ 38 വർഷം കിടപ്പിൽ കിടന്നവനാണ്. എവിടെ? ഒരു കുളത്തിൻ്റെ കരയിൽ. ഒരേ കിടപ്പ്, കുറേ കാലമായി ഒരേ കിടപ്പ്. എന്നും രാവിലെ എണീക്കും, ഇൻ്റർവ്യൂവിന് പോകും, തിരിച്ച് തളർന്ന് അങ്ങോട്ട് പോകുമ്പം കുളിച്ച് സുന്ദരക്കുട്ടപ്പനായി സുന്ദരക്കുട്ടപ്പിയായി നല്ല ഡ്രസ്സൊക്കെ ഇട്ട് നല്ല നീറ്റായിട്ട്, അയ്യോ കാണുമ്പോൾ തന്നെ ഒരു സന്തോഷമാണല്ലേ. തിരിച്ചു വരുന്നത് കാണണം, അയ്യോ പറയണ്ട. ആ തലകുനിച്ചുള്ള കണ്ണ് നിറഞ്ഞത് പുറത്ത് കാണിക്കാതെയുള്ള മടങ്ങി വരവിന് എൻ്റെ ദൈവം അറുതി വരുത്തുവാൻ പോകുക. ഒത്തിരി പേരുടെ ചോദ്യത്തിന് എൻ്റെ കർത്താവ് അറുതി വരുത്തുവാൻ പോകുക. ചില വർഷങ്ങളായി നല്ലൊരു ജോലിക്ക് വേണ്ടിയുള്ള കാത്തിരിപ്പിന് എൻ്റെ കർത്താവ് അറുതി വരുത്തുവാൻ പോകുക. നല്ലൊരു ജീവിതത്തിന് വേണ്ടിയുള്ള, വിവാഹത്തിന് വേണ്ടിയുള്ള കാത്തിരിപ്പിന് എൻ്റെ കർത്താവ് അറുതി വരുത്തുവാൻ പോകുക. ചില വർഷങ്ങളായി ഇനി എന്തിന് വിവാഹം നോക്കുന്നു എന്ന് പറയും വിധത്തിൽ നിൻ്റെ മകളെ മാറ്റിയ ആ കാത്തിരിപ്പിന് എൻ്റെ യേശു അറുതി വരുത്തുവാൻ പോകുക. മാതാവേ, പിതാവേ, പ്രാർത്ഥിക്കുക. അനുഗ്രഹിക്കപ്പെട്ട ഭാവി. കാത്തിരുന്നത് നന്നായി, ഇത്രയും കാത്തിരിക്കേണ്ടി വന്നത് നന്നായി എന്ന് പറയും വിധത്തിൽ അനുഗ്രഹിക്കപ്പെട്ട ഭാവി എൻ്റെ കർത്താവ് നിൻ്റെ തലമുറകൾക്ക് ഒരുക്കി തരിക. അമ്മ നോക്കൂ, 1-2 38 ദീർഘവർഷങ്ങൾ ഒരു മനുഷ്യൻ കാത്തിരിക്കുകയാണ്. എന്തിനു വേണ്ടി? തൻ്റെ ജീവിതത്തിലൊരു മാറ്റമുണ്ടാകുവാൻ വേണ്ടി, ഒരു ചേഞ്ച് ഉണ്ടാകണം. എല്ലാ ദിവസവും കണ്ണു തുറക്കുന്നു, കാണുന്നു, വീണ്ടും കണ്ണടയ്ക്കുന്നു, ഉറങ്ങുന്നു, കണ്ണു തുറക്കുന്നു, ഒരേ അവസ്ഥ, ഒരു മാറ്റവുമില്ല അല്ലേ? ഒരു മാറ്റവുമില്ല. കുറേ കാലം കൊണ്ട് ഇതേ അവസ്ഥ തന്നെ. മാറുന്നത് എന്താ? ഈ ഭിക്ഷക്കാരൻ, അവൻ ഭിക്ഷക്കാരനായി മാറി. ഒരേ കിടപ്പ് കിടന്നാൽ ആദ്യമൊക്കെ ഇദ്ദേഹത്തിൻ്റെ വാക്കുകൾ തന്നെ നമ്മെ പറഞ്ഞ് മനസ്സിലാക്കി തരുന്ന ഒരു കാര്യമുണ്ട്. എന്നെ എടുത്തിറക്കുവാൻ ആരുമില്ല, യേശുവിനോട് പറയുക. അതിനർത്ഥം കൊണ്ടിട്ട സമയത്ത് ആരെങ്കിലുമൊക്കെ ഉണ്ടായിരുന്നു കാണണം. പിന്നത്തെ ഇതിൽ അവർക്ക് മനസ്സിലായി ഇവൻ രക്ഷപ്പെടത്തില്ല. അതാ കൂടെ നിൽക്കാത്തതും കൈ കൊടുക്കാത്തതും. എന്താ? നിൻ്റെ മക്കളെ രക്ഷപ്പെടത്തില്ല, അവരങ്ങ് തീരുമാനിച്ച് വെച്ചുകൊണ്ടിരിക്കുക. എന്താ, നിനക്കും അങ്ങനെ തോന്നുന്നുണ്ടെന്നോ? അതാണ് കുഴപ്പം. ആമേൻ. ലോകം മുഴുവൻ അവർ രക്ഷപ്പെടത്തില്ല എന്ന് പറഞ്ഞാൽ, ലോകം മുഴുവൻ അവരുടെ ജീവിതത്തിലൊരു മാറ്റമുണ്ടാകത്തില്ലെന്ന് പറഞ്ഞാൽ, പ്രിയ മാതാവേ, നീ വിശ്വസിക്കുകയും ചെയ്യരുത്, സമ്മതിക്കുകയും ചെയ്യരുത്. കാരണം ലോകം അവരുടെ അറിവ് വെച്ച് പറഞ്ഞതാ. എന്നാൽ നീ വിശ്വസിക്കേണ്ടത് എൻ്റെ കർത്താവിൻ്റെ അത്ഭുത ശക്തിയിലാണ്. ലോകത്തിൻ്റെ അറിവുകൾ നിൻ്റെ തലമുറയുടെ മുമ്പിൽ പരാജയപ്പെടുവാൻ പോകുക. അവർ രക്ഷപ്പെടത്തില്ല എന്ന് പറഞ്ഞവരുടെ മുമ്പിൽ എൻ്റെ കർത്താവ് നിൻ്റെ തലമുറയുടെ തല നിവർത്തുവാൻ പോകുക. ശബ റിധലമ ഷെഖന, വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുക. ഈ ദിവസങ്ങളിൽ നീ അത് കാണുവാൻ പോകുക. നിൻ്റെ കാത്തിരിപ്പിന് എൻ്റെ യേശു അറുതി വരുത്തുവാൻ പോകുക. അപ്പോൾ അവരെല്ലാവരും കൈയൊഴിഞ്ഞ് ഇവനെ രക്ഷപ്പെടുത്തിയെടുക്കാൻ പറ്റത്തില്ല, ഇവൻ്റെ ജീവിതത്തിലൊരു മാറ്റം ഉണ്ടാക്കാൻ പറ്റത്തില്ല. കുറേയൊക്കെ ശ്രമിച്ചിട്ടാണ് അവർ കൈയൊഴിഞ്ഞത് അല്ലേ? ഇവൻ പഠിച്ച് രക്ഷപ്പെടത്തില്ല, ഇവൻ ഈ സ്ഥാപനത്തിൽ ജോലി ചെയ്ത് രക്ഷപ്പെടത്തില്ല, ഞാൻ ആഗ്രഹിക്കുന്നത് പോലെ, ഞാൻ പ്രതീക്ഷിക്കുന്നത് പോലെ ഇവൻ വരത്തില്ല, ഇവൾ വരത്തില്ല. അങ്ങനെ പല നിലകളിൽ പലരും അങ്ങ് ഒഴിവാക്കി, തഴഞ്ഞു. അങ്ങനെ തഴയപ്പെട്ട ചിലർ ഈ ശബ്ദം കേൾക്കുന്നുണ്ട്. പ്രിയപ്പെട്ടവരാൽ, വേണ്ടപ്പെട്ടവരാൽ തഴയപ്പെട്ട ചിലർ കേൾക്ക്. അവരുടെ മുമ്പിൽ ഒരു അത്ഭുത വിഷയമാക്കി, ഒരു ആശ്ചര്യ വസ്തുവാക്കി എൻ്റെ കർത്താവ് നിന്നെ നിർത്തുവാൻ പോകുന്നു. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് അതേ പദം പറയുന്നു. ഒരു അത്ഭുത വിഷയമാക്കി നിന്നെ നിർത്തുവാൻ പോകുന്നു. സഹോദരി, നീ ഇനി രക്ഷപ്പെടത്തില്ല എന്ന് ഡോക്ടർ പറഞ്ഞു, നിൻ്റെ ബന്ധുക്കൾ പറഞ്ഞു. ഇനി നോക്കണ്ട, ദൈവകരങ്ങളിൽ ഏൽപ്പിക്കാൻ പ്രാർത്ഥിക്കുന്നവരും പറഞ്ഞു. പക്ഷേ ഈ പകൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ ഞാൻ വിളിച്ചു പറയട്ടെ, അവരുടെ മുമ്പേ നീ എഴുന്നേറ്റ് നിൽക്കും, അവരുടെ മുമ്പേ നീ എഴുന്നേൽക്കും. താങ്ക് യു ലോർഡ്. നീ പുറത്തു വരും. നീ പുറത്തു വരുന്നത് പെട്ടിക്കകത്തായിരിക്കത്തില്ല. നീ നടന്ന്
നിൻ്റെ സ്വന്തം കാലയിൽ നടന്ന് ആരോഗ്യത്തോടെ നീ പുറത്തു വരും. കർത്താവ് നിന്നെ തൊട്ട് സൗഖ്യമാക്കുക. വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുക. രോഗികളായി, ദീർഘനാളുകളായി രോഗികളായി സകലരും കൈവിട്ട് ഭാരപ്പെട്ടായിരിക്കുന്നവർ പ്രാർത്ഥിച്ചു തുടങ്ങി. കർത്താവ് തൊട്ട് സൗഖ്യമാക്കിയ യേശുവിൻ നാമത്തിൽ 38 വർഷം ജീവിതത്തെ മുരടിപ്പിച്ച് കളഞ്ഞ, ജീവിതത്തിലെ നല്ല സമയത്തെയൊക്കെ കവർന്നെടുത്ത് കളഞ്ഞ ആ രോഗം ആ മനുഷ്യനെ വിട്ട് നീങ്ങിപ്പോയി. ഓ, താങ്ക് യു ലോർഡ്. ആമേൻ. ഒരേ അവസ്ഥയാണ് അല്ലേ? എന്നും കടം വാങ്ങിക്കുന്നു. അതെ, 1-ാം തീയതി 2-ാം തീയതി 3-ാം തീയതി തീയതികൾ മാത്രം മാറുന്നു. കടം വായ്പ അങ്ങനെ തന്നെ. അവിടെ നിന്ന് വാങ്ങിച്ച് ഇവിടെ കൊടുക്കുന്നു, ഇവിടെ നിന്ന് വാങ്ങിച്ച് അങ്ങോട്ട് കൊടുക്കുന്നു. ഈ റോളിങ്ങും, സ്തോത്രം, അവിടെ നിന്ന് ഈ റോളിങ്ങിന് കർത്താവ് ഒരു അറുതി വരുത്തുവാൻ പോകുക സഹോദരി. അങ്ങനെ അവിടെ നിന്നും വാങ്ങിച്ച് ഇവിടെ കൊടുത്ത്, ഇവിടെ നിന്ന് വാങ്ങിച്ച് അപ്പുറത്ത് കൊടുത്ത്, അവരോട് അവധി പറഞ്ഞ്, അവിടെ പോയി അവധി പറഞ്ഞ്, സ്തോത്രം, നിന്നോടാ ആ റോളിങ്ങിന് കർത്താവ് അറുതി വരുത്തുവാൻ പോകുക. ബാധ്യതകളിൽ നിന്ന് പുറത്തു വരുവാനുള്ളത് കർത്താവ് നിൻ്റെ കരങ്ങളിൽ തരുവാൻ പോകുക. വിശ്വാസത്തോടെ പ്രാർത്ഥിക്ക്. കർത്താവ് അത് ചെയ്യുവാൻ പോകുക. യേശുവിൻ നാമത്തിൽ. അതാ നീ കാത്തിരിക്കുന്നത്. കടം വാങ്ങാതെ, സ്തോത്രം. ഇപ്പോൾ ബന്ധുക്കൾ പോലും വിളിച്ചാൽ ഫോൺ എടുക്കത്തില്ല. ശരിയാണോ? സുഹൃത്തുക്കളാണെങ്കിൽ പിന്നെ പറയണ്ട. നാട്ടുകാരൊക്കെ ജീവനും കൊണ്ട് ഓടുന്ന അവസ്ഥയായി. അവിധത്തിൽ കടത്തിൽ. കേൾക്ക്, ഇനിയും ഈ അവസ്ഥ തുടരുവാൻ ദൈവം അനുവദിക്കത്തില്ല. ഈ അവസ്ഥയ്ക്ക് എൻ്റെ ദൈവം ഒരു ചേഞ്ച് വരുത്തുക. ഓ, താങ്ക് യു ലോർഡ്. ആമേൻ. നല്ലതൊന്നും കാണുവാൻ, എന്ത് നല്ലത് കാണാൻ? ഒരേ കിടപ്പ് കിടക്കുന്നവന് എന്ത് നല്ലത്? ജീവിതത്തിൽ പുതിയതെന്തെങ്കിലും സംഭവിച്ചാലല്ലേ? അതെ, പലരുടെയും പരാതി പുതിയതൊന്നും സംഭവിക്കുന്നില്ല പാസ്റ്ററെ. ഒരേ അവസ്ഥയിൽ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. പുതിയതെന്തെങ്കിലും വേണ്ടേ? പുതിയത് വേണം, പുതിയത് വേണം. എത്ര പേർ ആഗ്രഹിക്കുന്നുണ്ട് ഞങ്ങളുടെ ജീവിതത്തിൽ പുതിയത് ചിലത് സംഭവിക്കണം, ഞങ്ങളുടെ ഫാമിലി ലൈഫിൽ? കർത്താവിനോട് പറയുക, അനുഗ്രഹിക്കപ്പെട്ട തലമുറയെ തരാൻ പോവാന്ന്. റെഡിയാണോ? പ്രാർത്ഥിക്കാൻ റെഡിയാണോ സഹോദരി? പ്രാർത്ഥിക്കുക. അനുഗ്രഹിക്കപ്പെട്ട തലമുറയെ തന്ന് ഈ റൊട്ടീന് കർത്താവ് ഒരു ചേഞ്ച് വരുത്തുവാൻ പോകുക. പരസ്പരം മുഖത്ത് നോക്കിയിരിക്കുന്ന അവരോട് എന്ത് പറയും, ഇവരോട് എന്ത് പറയും, അങ്ങനെ ആയിരിക്കും അല്ലേ ചേട്ടാ? അങ്ങനെ തന്നെ ആയിരിക്കും. ഈ പതിവ് പല്ലവിക്ക് എൻ്റെ കർത്താവ് അറുതി വരുത്തുവാൻ പോകുക. വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുക. അതങ്ങനെ സംഭവിക്കുന്ന കൃപയ്ക്ക് അനുഗ്രഹിക്കപ്പെട്ട തലമുറയെ തന്ന് കർത്താവ് നിന്നെ മാനിക്കുവാൻ പോകുക. ഷബാറി തലമാശകനെ. ആമേൻ. സ്തോത്രം. നിൻ്റെ കാത്തിരിപ്പും നിൻ്റെ പ്രാർത്ഥനയും വൃഥാവായി തീരുവാൻ എൻ്റെ ദൈവം അനുവദിച്ച് റൊട്ടീനെല്ലാം മാറിപ്പോവുക. സ്തോത്രം. അവരെന്താണോ പറയുന്നത് അത് തന്നെ നിൻ്റെ ജീവിതത്തിൽ സംഭവിക്കുന്നു. ആ റൊട്ടീൻ. ആമേൻ. അവർക്കൊരു കാൽക്കുലേഷനുണ്ട്, കണക്ക് കൂട്ടലുണ്ട് നിന്നെക്കുറിച്ച്. നീ എവിടെ എത്തും, ഏതുവരെ പോവും, നീ രക്ഷപ്പെടത്തില്ല എന്നുള്ളൊരു, അതുകൊണ്ടാണ് എല്ലാവരും പോയത് കേട്ടോ. ഇവ മാത്രമായി. രാവിലെ കണ്ണു തുറക്കുമ്പോൾ കാണുന്ന പുതിയ പുതിയ ആൾക്കാർ വരികയാണ്. വന്നു സൗഖ്യമായി പോകുന്നു. ആ കുളത്തിൻ്റെ കരയിൽ ഒരുപാട് രോഗികളുണ്ട്. കുരുടന്മാരും മുടന്തന്മാരും കുഷ്ഠരോഗികളും അങ്ങനെ പല പല ദീനം ബാധിച്ചവരുണ്ട്. ഇവരെല്ലാവരും അവിടെ വരുന്നത് എന്തിനാ? ബെഥേസ്ത എന്ന കുളത്തിൻ്റെ കരയിലാണ് ഈ മനുഷ്യൻ കിടക്കുന്നത്. അവിടെ എല്ലാ ദിവസങ്ങളിലും രാവിലെ ഒരു ദൂതൻ വരും. ആ ദൂതൻ വന്ന് കുളം കലക്കും. കുളം കലക്കുമ്പോൾ ആദ്യം പോയി വെള്ളത്തിൽ വീഴുന്ന അല്ലെങ്കിൽ വെള്ളത്തിൽ ഇറങ്ങുന്ന മനുഷ്യന് സൗഖ്യം കിട്ടും. റേഷനിങ് ആണ്, ആണോ അല്ലേ? ആദ്യം പോയി ഒരേ ഒരാളിനെ ചാൻസ്, ഒറ്റ ചാൻസ്. പരീക്ഷ എഴുതുന്ന ഒരു ലക്ഷക്കണക്കിന് പേരുണ്ട്, സെലക്ട് ചെയ്യപ്പെട്ട ആയിരക്കണക്കിന് പേരുണ്ട്. അതിൽ ഞാൻ ഇത്തവണ നിൻ്റെ നറുക്ക് വീഴും, നിനക്ക് തന്നെ ജോലി കിട്ടും. ഓ, വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുക. അതങ്ങനെ സംഭവിക്കുന്ന കൃപയ്ക്കായി. ആമേൻ. വേക്കൻസി കുറവാണ്, ഒഴിവില്ല. അയ്യോ, ചാൻസ് ഇല്ലെന്നേ. ഉള്ള ചാൻസ് നിൻ്റേതായി മാറുവാൻ പോകുക. എത്ര പേർ വിശ്വാസത്തോടെ ആമേൻ പറയും? ആമേൻ. ചാൻസ് ഇല്ല, പക്ഷേ ഉള്ള ചാൻസ് നിൻ്റേതായി മാറുവാൻ കുറവാ. ചാൻസ്, വേക്കൻസി കുറവാണ്, രക്ഷയില്ല. ഇപ്രാവശ്യം നോ, ഇപ്രാവശ്യമാണ് നിനക്ക് സാധ്യത. ഇപ്രാവശ്യം നിൻ്റെ നറുക്ക് വീഴും. യെസ്, യേശുവിൻ നാമത്തിൽ. കർത്താവ് എന്നോട് അങ്ങനെ തന്നെ ഉറപ്പിച്ച് പറയുന്നു, സഹോദരി സഹോദര, ഇപ്രാവശ്യം നിൻ്റെ നറുക്ക് വീഴും. ആമേൻ. സ്തോത്രം. അപ്പോൾ അതിനുവേണ്ടി മനുഷ്യൻ ശ്രമിക്കാത്തവനല്ല കേട്ടോ. ആദ്യം ഇവൻ്റെ ബന്ധുക്കളോ ചാർച്ചക്കാരോ ഇവൻ അവിടെ കൊണ്ടുവന്ന് ഇട്ടവരുണ്ടല്ലോ, അവരൊക്കെ ശ്രമിച്ചു, പരാജയപ്പെട്ടു. ഇവരും എല്ലാ ദിവസങ്ങളിലും ഇഴഞ്ഞിഴഞ്ഞ് അവിടെ എത്തും. പക്ഷെ തൊട്ടടുത്തെത്തുമ്പോൾ വേറൊരുത്തൻ അങ്ങ് ചാടും, അല്ലെങ്കിൽ ആദ്യം വേറൊരുത്തൻ വന്ന് കുളിച്ച് കയറി പോവും, സൗഖ്യമായി പോവും.
അതിനെ പിടിച്ചെടുക്കാൻ പറ്റുന്നില്ല, ആ സൗഖ്യം പിടിച്ചെടുക്കുവാൻ പറ്റുന്നില്ല. ഈ മനുഷ്യൻ്റെ പ്രശ്നം അതാണ്. സൗഖ്യമുണ്ട്, അവിടെ സൗഖ്യമുണ്ട്, ഇവൻ തേടുന്നത് അവിടെ ഉണ്ട്, പലതും കൺമുമ്പിലുണ്ട്. അവിടെ ആ രാജ്യത്ത് രക്ഷപ്പെടാൻ പറ്റും, ഈ തൊഴിലുകൊണ്ട് രക്ഷപ്പെടാൻ പറ്റും, ഈ കുടുംബജീവിതം മതി, സന്തോഷമായിട്ട് ജീവിക്കാൻ, അത് ഇങ്ങനെയുള്ള മക്കൾ മതി, ഇങ്ങനെയുള്ളൊക്കെ മതി, ചുറ്റുപാട്, വീട്, ഇതൊക്കെ മതി. പക്ഷേ അതിൽ നിന്ന് ലഭിക്കുന്ന ആ സന്തോഷത്തെ പിടിച്ചെടുക്കുവാൻ പറ്റുന്നില്ല, ആ അനുഗ്രഹത്തെ പിടിച്ചെടുക്കുവാൻ പറ്റുന്നില്ല. അത് കൺമുമ്പിൽ നിന്ന് ഇങ്ങനെ വഴുതി പോവുക, അല്ലെങ്കിൽ നമുക്ക് മുമ്പേ ചിലർ അത് പോയി അവകാശമാക്കി പോവുകയാണ്. അവിടെ നിനക്ക് കിട്ടേണ്ട പ്രൊമോഷൻ, നിനക്ക് കിട്ടേണ്ട സാലറി വർധനവ് നീ പ്രാപിച്ചെടുക്കേണ്ടത് നിനക്ക് മുമ്പേ, അല്ലെങ്കിൽ നിനക്ക് എത്താൻ പറ്റുന്നില്ല, മത്സരിച്ചെത്തുവാൻ കഴിയുന്നില്ല. അറിയാം പാസ്റ്റർ, ഇനി നടക്കത്തില്ല, ഇനി എന്നെക്കൊണ്ട് പറ്റത്തില്ല. അപ്പം ഈ പ്രാവശ്യം കർത്താവിന് പറയാനുള്ളത് നീ മത്സരിച്ച് ജയിക്കുമെന്നല്ല. ആമേൻ. കർത്താവ് നിൻ്റെ അടുക്കൽ വരും നിന്നെ ജയിപ്പിക്കുവാൻ വേണ്ടി. യെസ്, വിശ്വാസത്തോടെ പ്രാർത്ഥിച്ചു തുടങ്ങുന്ന സഹോദരി, സഹോദര, കർത്താവ് നിൻ്റെ അടുക്കൽ വരുവാൻ പോവുക, നിന്നെ ജയിപ്പിക്കുവാൻ വേണ്ടി, അവിടെ ആ സ്ഥാനം ഉറയ്ക്കുവാൻ വേണ്ടി, നീ പ്രൊമോട്ട് ചെയ്യപ്പെടുവാൻ വേണ്ടി നീ കാത്തിരിക്കുന്ന ആ സ്ഥാനം, ആ പൊസിഷൻ, ആ പോസ്റ്റ് നിൻ്റേതായി തീരുവാൻ വേണ്ടി എൻ്റെ യേശു നിൻ്റെ അടുക്കൽ വരിക. ആമേൻ. നോക്കൂ, എനിക്ക് പലപ്പോഴും ഈ മനുഷ്യനോട് അസൂയാണ് കേട്ടോ. 38 വർഷം കിടന്ന ഒരു രോഗിയോട്, ദുഷ്ടനായ പാസ്റ്ററെ, നിങ്ങൾക്ക് അസൂയ തോന്നുന്നത് ശരിയാണോ എന്ന് നിങ്ങൾ ചിന്തിക്കും. അസൂയയ്ക്കുള്ള കാരണം, മറ്റു മനുഷ്യരെല്ലാം കലങ്ങിയ കുളത്തിലെ കലക്ക വെള്ളത്തിൽ മുങ്ങി സൗഖ്യമായവരാണ്. എന്നാൽ ഈ മനുഷ്യൻ മാത്രം യേശുവിനെ കണ്ട് യേശുവിൻ്റെ വാക്ക് കേട്ട് സൗഖ്യമായവനാണ്. ഓ ആമേൻ, അതൊരു ഭാഗ്യമാണ്. ചില കാത്തിരിപ്പുകൾ നമ്മളെ യേശുവിനെ കാണുന്നവരാക്കി, അഥവാ യേശു ഉള്ളവരാക്കി മാറ്റും. അപ്പോൾ അതൊരു സന്തോഷമല്ലേ? നിങ്ങൾ കാത്തിരുന്നത് യേശു ഉള്ളവരായി മാറുവാൻ വേണ്ടിയാണ്. സഹോദര, നീ യേശു ഉള്ളവനായി മാറുവാൻ പോകുക. എൻ്റെ കർത്താവ് നിന്നെ തേടി വരിക, നിൻ്റെ അന്വേഷണത്തിന് അറുതി വരുത്തുവാൻ, നിൻ്റെ പ്രതീക്ഷകൾ പൂവണിയിക്കുവാൻ, നീ സ്വപ്നം കണ്ടത് നിൻ്റെ ഭവനത്തിനകത്ത് നടക്കുവാൻ, നിൻ്റെ ജീവിതത്തിനൊരു മാറ്റമുണ്ടാകുവാൻ, ഇനിയും കരഞ്ഞ് തളർന്ന് മറ്റുള്ളവരുടെ പരിഹാസ വാക്കുകളും നിന്നാ വാക്കുകളും കേട്ട് നീ ആയിത്തീരാതിരിക്കുവാൻ എൻ്റെ യേശു നിന്നെ തേടി വരിക. ഓ താങ്ക് യു ലോർഡ്. ആമേൻ. സ്തോത്രം. എല്ലാവരും ഉപേക്ഷിച്ചു, സ്വയം പരാജയം സമ്മതിച്ചു, അവനെ തേടി യേശു വരിക. എല്ലാവരും നിങ്ങളെ വിട്ടുപോയാലും, ആരൊക്കെ കൂടെ നിൽക്കേണ്ടവർ മാറിപ്പോയാലും, നിങ്ങൾ സ്വയം ഇല്ല, പറ്റത്തില്ല എന്ന് പറഞ്ഞു മാറി നിന്നാലും എൻ്റെ യേശു നിൻ്റെ അടുക്കൽ വരും, നിന്നെ അവിടെ നിന്ന് പൊക്കിയെടുക്കും. ആമേൻ. ആ കിടക്കയിൽ നിന്ന് നിന്നെ എഴുന്നേൽപ്പിക്കും. സ്തോത്രം. യേശുവിൻ നാമത്തിൽ ഒരിക്കൽ കൂടി ഞാൻ ആവർത്തിച്ച് പറയട്ടെ, ഇനിയും അവിടെ കിടന്ന് നരകിക്കുവാൻ, ആ അവസ്ഥയിൽ തന്നെ തുടരുവാൻ എൻ്റെ ദൈവം അനുവദിക്കത്തേയില്ല. നിൻ്റെ അവസ്ഥയ്ക്ക്, നിൻ്റെ സാഹചര്യത്തിന് എൻ്റെ യേശു ചേഞ്ച് വരുത്തുക. ഓ താങ്ക് യു ലോർഡ്. ആ ബെഥേസ്ത എന്ന കുളക്കടവ് അന്നുവരെ കണ്ടിട്ടില്ലാത്തൊരു അത്ഭുതത്തിന് സാക്ഷ്യമായി. അന്നുവരെ ആ കുളക്കടവ് കണ്ടത് രാവിലെ അടിയും പിടിയുമാണ്. ദൂതം വരുമ്പോൾ ആരെ തള്ളിയിട്ടിട്ട് ചാടി വിടുതൽ പ്രാപിച്ച് മടങ്ങാം, അതാണ് അവിടെ കണ്ടുകൊണ്ടിരുന്നത്. പക്ഷെ അന്ന് ആദ്യമായിട്ട് പിടിവലിയില്ല, ഉന്തലില്ല, തള്ളലില്ല, മത്സരമില്ല, കരയുന്നവരുടെ കൂട്ടമില്ല, ജയിച്ചവൻ്റെ ആ ഒരു എന്താ പറയുക, പോരാടി ജയിക്കുന്നവനുണ്ടാകുന്ന ജയഘോഷമുണ്ടല്ലോ, അതൊന്നുമില്ല. കൂളായിട്ട് ഒരു മനുഷ്യൻ എഴുന്നേറ്റങ്ങ് പോവുക. ഓ മാൻ, ഒരു ബഹളവുമില്ല, ഒരു ഓപ്പറേഷനുമില്ല, ഒരു തുന്നിക്കെട്ടുമില്ല, ഒരു കുത്തിക്കെട്ടുമില്ല. നീ കൂളായിട്ട് സുഖമായിട്ട് എഴുന്നേൽക്കുക. ആ വേദനയുള്ള ഭാഗത്ത്, ആ ട്യൂമറിലിരിക്കുന്ന ഭാഗത്ത് കരം വെച്ച് പ്രാർത്ഥിക്കുക, കർത്താവ് സൗഖ്യമാക്കിയ യേശുവിൻ നാമത്തിൽ അതങ്ങനെ സംഭവിക്കുന്ന കൃപയ്ക്കായി. ഓ കടം വാങ്ങിക്കുവാൻ അലച്ചിൽ, അത് കഴിഞ്ഞ് പിന്നെ രക്ഷപ്പെടുമോ എന്നുള്ള പേടി, പിന്നെ ഉള്ള വേദന, അയ്യോ ഇനി ഈ സർജറി കഴിഞ്ഞിട്ട് വയ്യ, ആ വേദന അനുഭവിക്കുവാൻ വയ്യ എന്ന് പറഞ്ഞ് ട്രീറ്റ്മെൻറ്റുമായി മുൻപോട്ട് പോകുവാൻ മടിച്ചായിരിക്കുന്ന ചിലർ എൻ്റെ ശബ്ദം കേൾക്കുന്നുണ്ട്. വിശ്വാസത്തോടെ പ്രാർത്ഥിക്ക്. ആ തുന്നിക്കെട്ടലും തുടർ ചികിത്സയും അതിനെ തുടർന്നുള്ള വേദനകളും അതിനെ തുടർന്നുള്ള കർത്താവ് ഇപ്പോൾ സൗഖ്യമാക്കിയ യേശുവിൻ നാമത്തിൽ അതങ്ങനെ സംഭവിക്കുന്ന കൃപയ്ക്കായി. ഓ ആമേൻ. അവൻ അവിടെ നിന്ന് എഴുന്നേറ്റു. സ്തോത്രം. ആ അവസ്ഥയ്ക്ക്
അവൻ്റെ അവസ്ഥയ്ക്ക് മാറ്റം വന്നു. അവൻ്റെ കാര്യത്തിൽ യേശു ഒരു തീരുമാനം വരുത്തി. ആമേൻ. ഇന്ന് ആ തീരുമാനത്തിൻ്റെ ദിവസമാണ്. എത്ര പേർക്ക് എനിക്കൊപ്പം വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുവാൻ കഴിയും? ഇന്ന് എൻ്റെ കാര്യത്തിൽ യേശു ഒരു തീരുമാനം വരുത്തും. ഇന്ന് ഞാൻ ദീർഘനാളുകളായി അഭിമുഖീകരിക്കുന്ന ഈ പ്രശ്നത്തിന് എൻ്റെ യേശു പരിഹാരം വരുത്തും. ഈ ഉറപ്പ് വിശുദ്ധ വേദപുസ്തകം നിങ്ങൾക്ക് നൽകുന്ന ഉറപ്പാണ്. ആമേൻ. ആ മനുഷ്യൻ അവിടെ ഉള്ളവർക്കെല്ലാം സുപരിചിതനാണ്. പുതുതായി വരുന്നവർക്കും നേരത്തെ ഉള്ളവർക്കും ദേവാലയത്തിലേക്ക് പോകുന്ന വഴിയാണ്. ആ വഴിയിലൂടെ ധാരാളം പേർ സഞ്ചരിക്കും. അവരുടെ നാണയത്തുട്ടുകളാണ് 38 വർഷം ഈ മനുഷ്യനെ നിലനിർത്തിയത്. അവർക്കും റെസ്റ്റ് ഉണ്ടാകുവാൻ പോകുക. സ്തോത്രം. ആമേൻ. നിന്നെ സഹായിച്ചു മടുത്ത ചിലർക്ക് കർത്താവ് റെസ്റ്റ് നൽകുവാൻ പോകുക. സഹോദരി, ഇപ്പോഴും കല്യാണം കഴിഞ്ഞ മക്കളായിട്ടും അപ്പനും അമ്മയും വാർദ്ധക്യത്തിൽ അവർക്ക് ചേർത്ത് വയ്ക്കുന്നതിന് വേണ്ടി പോയി കൈനീട്ടി നിൽക്കുക. നിന്നോട് തന്നെ കരയേണ്ട, കർത്താവ് അതിന് അറുതി വരുത്തുവാൻ പോകുക. അവരിൽ നിന്ന് ഉള്ളത് അവർ തന്നെ പറയുന്നുണ്ട്, ഉള്ളത് ഊറ്റിക്കൊണ്ട് പോകാൻ വന്നു, പിന്നെ പെറ്റ് വളർത്തിപ്പോയില്ലേ, എങ്ങനെ തരാതിരിക്കാൻ പറ്റും? ആ അവസ്ഥ മാറുവാൻ പോകുക. നിന്നിൽ നിന്ന് വാങ്ങുവാൻ കർത്താവ് അവർക്ക് അവസരവും ഭാഗ്യവും നൽകുവാൻ പോകുക. റെഡിയായിക്കോ. അവർക്ക് വേണ്ടത് സന്തോഷത്തോടെ. സ്തോത്രാമേൻ. ഇത്തിരി പഠിപ്പിച്ചു, ഒരുപാട് കഷ്ടപ്പെട്ടു, എന്നിട്ട് ഒരു വസ്ത്രം എൻ്റെ അപ്പനും അമ്മയ്ക്കും വാങ്ങിക്കൊടുക്കുവാൻ കഴിയുന്നില്ലല്ലോ എന്ന് ചിന്തിച്ച് നീ കരയുന്നുണ്ട്. ആ അവസ്ഥയെ കർത്താവ് മാറ്റിയ കേട്ടോ. ആമേൻ. നിൻ്റെ കാത്തിരിപ്പിന് കർത്താവ് അറുതി വരുത്തുക. നിൻ്റെ പ്രിയപ്പെട്ടവർക്ക്, നിൻ്റെ വേണ്ടപ്പെട്ടവർക്ക് വാങ്ങിക്കൊടുക്കുവാൻ തക്കവണ്ണം, അവർക്ക് വേണ്ടത് നൽകുവാൻ തക്കവണ്ണം എൻ്റെ കർത്താവ് നിൻ്റെ കരങ്ങളിൽ വേണ്ടത് നൽകി മാനിക്കുവാൻ പോകുക. ഷബറിതലമാശകനും. ആമേൻ. ആ കാര്യം സഭ എന്ന ആ കാര്യം നടക്കും. സ്തോത്രം. നിനക്ക് വേണ്ടി നിന്നെ പ്രൊമോട്ട് ചെയ്യുവാൻ ചില കാര്യങ്ങൾ, നിനക്ക് വേണ്ടി പലരോടും റെക്കമെൻഡ് ചെയ്യുവാൻ, നിന്നെ പ്രൊമോട്ട് ചെയ്യുവാൻ ആരുമില്ലാത്തത് കൊണ്ട് കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടുവാൻ അവസരമില്ല എന്ന് ചിന്തിച്ച് ഭാരത്തോടെ ആയിരിക്കുന്ന നിന്നോട് തന്നെ നീ കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടുവാൻ പോകുക. വേദികൾ ഒരുങ്ങപ്പെടുക. വിശ്വാസത്തോടെ പ്രാർത്ഥിച്ചു തുടങ്ങുക. സ്തോത്രം. നിൻ്റെ തലമുറ കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടുവാൻ പോകുക. നിൻ്റെ കുടുംബത്തിനകത്ത് നിന്ന് കർത്താവിൻ്റെ വേല ചെയ്യുന്ന വേലക്കാർ എഴുന്നേൽക്കുവാൻ പോകുക. യേശുവിൻ നാമത്തിൽ അതങ്ങനെ സംഭവിക്കുന്ന കൃപയ്ക്കായി താങ്ക് യു ലോർഡ്. ആമേൻ. നോക്കൂ, ഈ മനുഷ്യന് കൊടുക്കുവാൻ വേണ്ടി വീട്ടിൽ നിന്നേ നാണയത്തുട്ടുകൾ കരുതി വരുന്നവർക്ക് കർത്താവ് ഒരു സന്തോഷത്തിൻ്റെ അനുഭവം നൽകി. ആദ്യം വരുന്നവർ സങ്കടപ്പെട്ടു കാണും. അയ്യോ, മനുഷ്യനെ കാണാനില്ല, ചത്തുപോയി കാണുമോ? അതിനാണല്ലോ സാധ്യത. അവരുടെ എക്സ്പെക്റ്റേഷനെ കർത്താവ് പൊളിക്കുവാൻ പോകുക. സ്തോത്രം. പലരും ഒരു പരിധി കഴിയുമ്പോഴത്തേക്ക് മാനുഷികമായിട്ടുള്ള ഇതാണ് കേട്ടോ, ആരെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. ഇനി നീ രക്ഷപ്പെടത്തില്ല, ചത്തുപോകത്തേ ഉള്ളൂ എന്നൊക്കെ കരുതിയിരിക്കും. അവരുടെ മുമ്പിൽ കർത്താവ് നിന്നെക്കുറിച്ചുള്ള വാർത്തകളെ പ്രചരിപ്പിക്കുവാൻ പോകുക. നോക്കൂ, ഭിക്ഷ കൊടുക്കുവാൻ വേണ്ടി ഈ മനുഷ്യൻ ഭിക്ഷ കൊടുക്കുവാൻ വേണ്ടി വരുന്നവർ അവിടെ വന്നിട്ട്, അയ്യോ അവനെ കാണാനില്ലല്ലോ, അവൻ ചത്തുപോയോ? അപ്പോൾ അടുത്ത് കിടക്കുന്ന ആൾക്കാരൊക്കെ പറയും, നോ, ഇന്നലെ ഇവിടെ ഒരു അത്ഭുതം ഉണ്ടായി. ഒരു മനുഷ്യൻ ഇവനെ തേടി വന്നു, എന്നിട്ട് ഇവൻ കിടക്കയെടുത്ത് പോയി. സ്തോത്രം. ആമേൻ. ആശ്ചര്യപ്പെടുത്തുന്ന വാർത്ത നിന്നെക്കുറിച്ച് സ്പ്രെഡ് ചെയ്യുവാൻ പോകുക. യേശു നിന്നെ തേടി വന്നു എന്ന്, നീ കിടക്കയെടുത്ത് നടന്നു എന്ന്, നീ ആയിരിക്കുന്ന അധമ പാതാളത്തിൽ നിന്ന് നീ പുറത്തു വന്നു എന്ന് തലകുനിച്ച് നിരാശയോടെ വേദനയോടെ മറ്റുള്ളവരുടെ മുമ്പിൽ നിൽക്കുന്ന നിൻ്റെ നിൽപ്പിന് അറുതി വന്നു എന്ന്, ആത്മഹത്യ മാത്രമല്ലാതെ ജീവിതത്തിൽ നല്ലതൊന്നും പ്രതീക്ഷിക്കുവാനില്ല എന്ന നിൻ്റെ അവസ്ഥയ്ക്ക് മാറ്റം വന്നു എന്ന വാർത്ത സ്പ്രെഡാകുവാൻ പോകുക. നിൻ്റെ ദേശത്തിൽ, നിൻ്റെ കുടുംബത്തിൽ, നിൻ്റെ സഭയിൽ, നിന്നെ അറിയുന്നവരുടെ മധ്യത്തിൽ, മക്കളെ നിങ്ങളുടെ സ്കൂളിൽ ആ വാർത്ത സ്പ്രെഡാകുവാൻ പോകുക. നിൻ്റെ ഉന്നത വിജയത്തിൻ്റെ വാർത്ത, നിനക്ക് ജോലി കിട്ടിയെന്ന വാർത്ത, നിൻ്റെ ലൈഫ് ചേഞ്ചായെന്ന വാർത്ത സ്പ്രെഡാകുവാൻ പോകുക. ഷബറിതമാശകന്. യേശുവിൻ നാമത്തിൽ ആ കാത്തിരിപ്പിന് യേശു അറുതി വരുത്തി. ആ മനുഷ്യൻ്റെ കാര്യത്തിനൊരു തീർപ്പ് വരുത്തി. ആ കർത്താവ് ഇന്ന് ജീവിക്കുന്നു. പ്രാർത്ഥിക്കുവാൻ റെഡിയാണോ? കർത്താവിൽ വിശ്വസിച്ച് നിങ്ങളുടെ ജീവിതം മുൻപോട്ട് കൊണ്ടുപോകുവാൻ റെഡിയാണോ? പ്രൈസ് ഫാമിലി നിങ്ങൾക്കൊപ്പമുണ്ട്. നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ അറിയിക്കുക. മാത്രമല്ല,
പ്രഷർ ഫാമിലിക്കൊപ്പം ചേർന്ന് ഒരു ഉപവാസം ക്രമീകരിക്കുവാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, നിങ്ങൾ ലോകത്തിൻ്റെ ഏത് ഭാഗത്ത് എത്ര അകലത്തായിരുന്നാലും പ്രഷർ ഫാമിലിക്കൊപ്പം ചേർന്ന് ഉപവസിക്കുവാനുള്ള അവസരമുണ്ട്. കോൺടാക്റ്റ് ചെയ്യുക. ഞാൻ കൂടുതൽ വിവരങ്ങൾ അറിയിക്കാം. ഈ പ്രോഗ്രാം നിങ്ങളിലേക്ക് എത്തുവാൻ കാരണമായി തീർന്നൊരു ഫാമിലി, അവർ നിങ്ങൾക്കൊരു അനുഗ്രഹമായതുപോലെ ഒത്തിരി പേർക്ക് നിങ്ങൾക്കും അനുഗ്രഹം ആകുവാനുള്ള അവസരമുണ്ട് ഈ പ്രോഗ്രാം സ്പോൺസർ ചെയ്തുകൊണ്ട്. സ്ക്രീനിൽ കാണുന്ന പ്രൈസ്റ്റർ ഫാമിലിയുടെ നമ്പറുകളിൽ കോൺടാക്റ്റ് ചെയ്ത് പ്രോഗ്രാം നിങ്ങൾക്കും സ്പോൺസർ ചെയ്യാം. അതുപോലെ നിരന്തരം ദൈവവചനത്തിനോടൊപ്പമായിരുന്നു വിശ്വാസം വർദ്ധിപ്പിച്ച് പ്രാപിക്കേണ്ടത് പ്രാപിക്കുവാൻ നിങ്ങൾക്ക് അവസരമുണ്ട്. എല്ലാ ദിവസങ്ങളിലും രാവിലെയും വൈകുന്നേരവും ദൈവവചനവും പ്രാർത്ഥനയും പ്രൈസ്റ്റർ ഫാമിലി ഗ്ലോബൽ എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലൂടെയും ഫേസ്ബുക്ക് പേജിലൂടെയും നിങ്ങൾക്ക് അനുഭവിക്കുവാനായിട്ട് കഴിയും. അപ്പോൾ സന്ദർശിക്കുക പ്രൈസ്റ്റർ ഫാമിലി ഗ്ലോബൽ എന്ന നമ്മുടെ യൂട്യൂബ് ചാനൽ. ചൊവ്വാഴ്ചകളിൽ നമ്മുടെ സഭയിൽ സഹോദരിമാരുടെ മീറ്റിംഗ് ക്രമീകരിക്കപ്പെട്ടിട്ടുണ്ട്. വെള്ളിയാഴ്ചകളിൽ ഉപവാസ പ്രാർത്ഥനയുണ്ട്. രാവിലെ 11 മണി മുതൽ ഞായറാഴ്ച രാവിലെ 10 മണി മുതൽ സഭാരാധനയുണ്ട്. തിരുവനന്തപുരം ജില്ലയിൽ വെള്ളയാണി കാർഷിക കോളേജിന് സമീപം കാക്കാമൂല ചാമവിള പ്രൈസ്റ്റർ ഫാമിലി വർഷിപ്പ് സെൻറ്ററിൽ വെച്ച് സ്വാഗതം. കണ്ണടച്ചോ. ഞങ്ങളുടെ വിശ്വസ്ത കർത്താവേ, നല്ല ദൈവമേ, ഈ ജനത്തെ അങ്ങയുടെ കരങ്ങളിൽ ഏൽപ്പിച്ച് ഈ സമയം ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ അത്ഭുത സ്ഥാനത്തിൽ ഇപ്പോൾ മുതൽ ഇവർ ആയിരിക്കുന്ന സ്ഥാനത്ത് ചലിച്ചു തുടങ്ങട്ടെ. യേശുവേ, ദീർഘനാളുകളായുള്ള കാത്തിരിപ്പിന് അറുതി വരുവാൻ തക്കവണ്ണം അങ്ങ് ഇന്നുവരെ സന്ദർശിക്കണമേ. ആ രോഗക്കിടക്കയിലായിരിക്കുന്ന സഹോദരിയെ, സഹോദരനെ, ആ കുഞ്ഞുമകനെ സ്വർഗം അങ്ങ് തൊടണമേ. അപ്പാ, ആ കിടക്ക വിട്ട് എഴുന്നേൽക്കട്ടെ. ദീർഘനാളുകളായുള്ള രോഗം, അതുമുഖാന്തരം അനുഭവിക്കുന്ന വേദന യേശുവിൻ നാമത്തിൽ മാറിപ്പോകട്ടെ. രോഗികളായി ഭാരപ്പെടുന്നവർ ചേർന്ന് പ്രാർത്ഥിച്ചാട്ടെ. കർത്താവ് സൗഖ്യമാക്കി എല്ലാ വേദനകളും, മൈഗ്രെയിൻ്റെ വേദനകൾ കർത്താവ് സൗഖ്യമാക്കുകയാണ്. കഴുത്തിൻ്റെ വേദനകൾ യേശുവിൻ നാമത്തിൽ, തേയ്മാനത്തിൻ്റെതായ ബുദ്ധിമുട്ടുകളെ കർത്താവ് സൗഖ്യമാക്കുക. ഉദര സംബന്ധമായ രോഗത്താൽ ഭാരപ്പെടുന്നവർ കരങ്ങൾ വെച്ച് പ്രാർത്ഥിക്കുക. കർത്താവ് സൗഖ്യമാക്കി യേശുവിൻ നാമത്തിൽ എല്ലാ രോഗങ്ങളും മാറിപ്പോകട്ടെ. രോഗാത്മാവ് വിട്ടുമാറട്ടെ. ജോലി ചെയ്യുവാൻ കഴിയാത്ത വിധത്തിൽ ശരീരത്തെ ബലഹീനമാക്കുന്ന രോഗമണ്ഡലങ്ങൾ മാറിപ്പോകട്ടെ. BP നോർമലാകട്ടെ. ഹാർട്ട് ബീറ്റ് ഉയരുന്ന അവസ്ഥയിൽ ഭാരപ്പെട്ടായിരിക്കുന്നവർ യേശുവിൻ നാമത്തിൽ ഹാർട്ട് ബീറ്റ് നോർമലാകട്ടെ. സ്വർഗം സന്ദർശിക്കുന്ന കൃപ, എല്ലാ ടെൻഷനും മാറിപ്പോകട്ടെ. സൂയിസൈഡ് ടെൻഡൻസികൾ മാറിപ്പോകട്ടെ. ആമേൻ. മരണത്തെക്കുറിച്ച് പറയുന്ന ചില വാക്കുകൾ ഫാമിലിക്കകത്തുനിന്ന് മാറിപ്പോകട്ടെ. യേശുവിൻ നാമത്തിൽ അതങ്ങനെ സംഭവിക്കുന്ന കൃപയ്ക്ക്. ജോലിയില്ലാതെ ഭാരപ്പെടുന്നവർ യേശുവേ, ഞങ്ങളവരെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. നല്ല ജോലികൾ നൽകി മാനിക്കണമേ. ജോലി സംബന്ധമായുള്ള എല്ലാ തടസ്സങ്ങളും എല്ലാ പ്രതികൂലങ്ങളും മാറിപ്പോകട്ടെ. വിസകൾക്കായുള്ള കാത്തിരിപ്പിന് അറുതി വരട്ടെ. ആമേൻ. PRകൾ ലഭിക്കട്ടെ. വർക്ക് പെർമിറ്റുകൾ ലഭിക്കട്ടെ. വിസ കാലാവധി നീട്ടി കിട്ടട്ടെ. വിദേശ രാജ്യങ്ങൾ പല നിലകളിൽ ബാധിക്കപ്പെട്ടായിരിക്കുന്നവർ വിടുവിക്കപ്പെടട്ടെ. നാട്ടിൽ ജോലികൾക്കായുള്ള അന്വേഷണത്തിന് അറുതി വരട്ടെ. നല്ല ജോലികൾ നൽകി മാനിക്കണമേ കർത്താവേ. ഇവരുടെ അത്ഭുതങ്ങളുടെ ദിവസങ്ങളായി തീരട്ടെ. ബാധ്യതകൾ മാറിപ്പോകട്ടെ. കടഭാരങ്ങളും പലിശക്കടങ്ങളും ജപ്തി നടപടികളും മാറിപ്പോകട്ടെ. ജപ്തി നടപടികളിൽ നിന്ന് ഇവർ പുറത്തു വരട്ടെ. ഇവർക്ക് ലഭിക്കേണ്ട നന്മകൾ ലഭിക്കേണ്ട. ദീർഘനാളുകളായി ഇവർക്ക് ലഭിക്കേണ്ട നന്മകൾക്കായുള്ള അലച്ചിൽ അവസാനിക്കട്ടെ. അർഹതപ്പെട്ടത് ഇവരിലേക്ക് എത്തട്ടെ. നിയമ നടപടികളിൽ നിന്നിവർ പുറത്തു വരട്ടെ. കള്ളക്കേസുകളിൽ കുടുക്കി ജീവിതത്തെ പ്രതിസന്ധിയിലാക്കിയ യേശുവിൻ നാമത്തിൽ ആ വ്യക്തിയെ സ്വർഗം അങ്ങ് പുറത്തു കൊണ്ടുവരുന്ന കൃപയ്ക്കായി സ്തുതിക്കുന്നു. യേശുവിൻ നാമത്തിൽ മൃഗസമ്പത്തുകളെ സ്വർഗം അങ്ങ് അനുഗ്രഹിക്കണം. യേശുവെ, സ്വർഗം അങ്ങ് മാനിച്ചാട്ടെ. ആ തൊഴുത്തിൽ നിന്നും മരണം നീങ്ങിപ്പോകട്ടെ. യേശുവിൻ നാമത്തിൽ അതങ്ങനെ സംഭവിക്കുന്ന കൃപയ്ക്ക്. വസ്തുക്കളുടെ വിൽപ്പനകൾ നടക്കട്ടെ. ആ തടസ്സം മാറട്ടെ. വാങ്ങലുകൾ നടക്കട്ടെ. ഭവനങ്ങൾ പണിയട്ടെ. വിവാഹബന്ധങ്ങൾ നടക്കട്ടെ. അനുഗ്രഹിക്കപ്പെട്ട തലമുറകൾ ജനിക്കട്ടെ. പലതവണ അബോഷനായി ആ നിരാശയിലായിരിക്കുന്നവർ ഉദരത്ത് കരം വെച്ച് പ്രാർത്ഥിക്കുക. യേശുവേ, അനുഗ്രഹിക്കപ്പെട്ട തലമുറകളെ നൽകി സ്വർഗം അങ്ങ് മാനിക്കണമേ. ശുശ്രൂഷകന്മാർ അനുഗ്രഹിക്കപ്പെടട്ടെ. വിദേശത്തും സ്വദേശത്തും കച്ചവടങ്ങൾ ചെയ്യുന്നവരെ സ്വർഗം അങ്ങ് അനുഗ്രഹിക്കണമേ. സ്ഥാപനങ്ങളിൽ നല്ല കച്ചവടം ഉണ്ടാകട്ടെ. എല്ലാ നിരാശപ്പെടുത്തുന്ന വാർത്തകളെയും ഞങ്ങൾ ക്യാൻസൽ ചെയ്ത് പ്രാർത്ഥിക്കുന്നു. പരാജയത്തിൻ്റെ വാർത്തകളെ ഞങ്ങൾ ക്യാൻസൽ ചെയ്ത് പ്രാർത്ഥിക്കുന്നു. തലമുറകളെ അനുഗ്രഹിക്കണമേ. അവരുടെ വിദ്യാഭ്യാസം, വിവാഹം, മുൻപോട്ടുള്ള ജീവിതം അനുഗ്രഹമായി തീരട്ടെ. തലമുറകളുടെ മേൽ വെളിപ്പെട്ട് നിൽക്കുന്ന എല്ലാ ദുശ്ശീലങ്ങളും മാറിപ്പോകട്ടെ. മദ്യപാന, വ്യഭിചാര, വെറിക്കൂത്തുകൾ കുടുംബങ്ങൾക്കകത്തുനിന്ന് മാറിപ്പോകട്ടെ. ഡിവോഴ്സുകൾ മാറിപ്പോകട്ടെ. പിണങ്ങിപ്പോയ ഭാര്യ മടങ്ങി വരട്ടെ. ഭർത്താവ് മടങ്ങി വരട്ടെ. കുടുംബങ്ങൾ സ്നേഹത്തിൽ, ഐക്യതയിൽ ചേർന്ന് വരട്ടെ.
അങ്ങയുടെ നാമമഹത്വത്തിനായി ഈ ജനത്തെ അങ്ങ് പ്രയോജനപ്പെടുത്തിയാട്ടെ. യേശുവുള്ളവരായി ഇവർ മാറട്ടെ. പിതാവിൻ്റെ പുത്രൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ ഈ ജനത്തെ അടിയൻ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. അനുഗ്രഹമാക്കി പരിപാലിക്കും. വലിയ സാക്ഷ്യത്തിനായി ഒരുക്കും. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. അപ്പോൾ മറക്കാതെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ അറിയിക്കുമല്ലോ. അറിയിക്കുക മാത്രമല്ല, നിങ്ങളും നിങ്ങളുടെ പ്രിയപ്പെട്ടവരും പ്രൈസർ ഫാമിലിക്കൊപ്പം ചേർന്ന് നിൽക്കുക. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥനയോടെ മുന്നേറാം. പ്രാപിക്കേണ്ടത് പ്രാപിക്കാം. അപ്പോൾ അടുത്ത ആഴ്ച ഇതേ സമയം ദൈവം വെച്ചാൽ നമ്മളിപ്പോൾ ഒരുമിച്ചായിരുന്നു കേട്ടനുഗ്രഹം പ്രാപിച്ച പ്രൈസർ ഫാമിലിയുടെ ഇത് നിങ്ങളുടെ വിടുതൽ നേരമെന്ന പ്രതിവാര വചന സന്ദേശത്തിനൊപ്പം നമ്മൾ ഒരുമിച്ചതിനായിരിക്കും. അതുവരേക്കും പ്രിയരെ, ഹാവ് എ നൈസ് ഡേ. പ്രേഷർ ഫാമിലി ഗ്ലോബൽ മിനിസ്ട്രിയുടെ വിശുദ്ധ സഭാരാധന എല്ലാ ഞായറാഴ്ചയും രാവിലെ 10 മണി മുതലും എല്ലാ വെള്ളിയാഴ്ചകളിലും ഉപവാസവും ഓൺലൈൻ മധ്യസ്ഥ പ്രാർത്ഥനയും രാവിലെ 11 മണി മുതലും ഞങ്ങൾ നിങ്ങൾക്കായി ലൈവിൽ പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ കമന്റ് ചെയ്യുക. പ്രേഷർ ഫാമിലി ഗ്ലോബൽ എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലൂടെ നിങ്ങൾ ലോകത്തിന്റെ ഏത് ഭാഗത്തായിരുന്നാലും ഞങ്ങൾക്കൊപ്പം ചേർന്ന് പ്രാർത്ഥിക്കുവാനും ആരാധിക്കുവാനും അവസരമുണ്ട്. നേരിട്ട് ആരാധനയിൽ പങ്കെടുക്കുവാനും വിടുതൽ പ്രാപിക്കുവാനും ആഗ്രഹിക്കുന്നവർ ഞായറാഴ്ച രാവിലെ കാർഷിക കോളേജിനടുത്ത് കാക്കാമുല ചാമ്പവിളയിലെ പ്രേഷർ ഫാമിലി വർഷിപ്പ് സെന്ററിലേക്കും നിങ്ങളുടേതായ ഒരു വിഷയത്തിനു വേണ്ടി പ്രാർത്ഥിക്കുവാനും കൗൺസിലിംഗിനുമായി സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. നിങ്ങൾക്കും ഈ പ്രോഗ്രാം സ്പോൺസർ ചെയ്യുവാനും കർത്താവായ യേശുക്രിസ്തുവിന്റെ സുവിശേഷം അനേകരിലേക്ക് എത്തിക്കുവാനും അവസരമുണ്ട്. പ്രാർത്ഥനയോടെ വിളിക്കുക. ആമേൻ.